ഹോശേയ അധ്യായം 1. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജകുമാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശേയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയെ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പ്രസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പ്രസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പ്രസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൻ ഇസ്രായേൽ, ദൈവം വിതയ്ക്കുമെന്ന് പേർ വിളിക്കാം. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാൾ ഞാൻ ഇസ്രായേൽ താഴ്വരയെ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയുമെന്ന് അരുളിച്ചെയ്യുന്നു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോ രൂഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കുക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കോണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചെവരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കുമെന്ന് അരുളി ചെയ്തു. അവൾ ലോ രൂഹമയെ മുലകൂടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവനെ ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം. നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിൻ്റെ നാൾ വലുതായിരിക്കുമല്ലോ.